അപ്പൊ ബസ് വരുന്നുണ്ട്, ഞങ്ങൾ പോവാട്ടോ. അപ്പൊ കൂട്ടുകാരെ, ഞങ്ങള് മൈസൂർ പൊക്കോണ്ടിരിക്കുകയാണ്. മൈസൂരിൽ പോകുന്ന വ്ളോഗ് മൊത്തം പൗളീസിൽ വരും കേട്ടോ. ഞാൻ നിർബന്ധിച്ച് പൗളീസിനെയും കൊണ്ട് വ്ളോഗ് എടുപ്പിക്കുന്നുണ്ട്. അപ്പൊ മൈസൂർക്ക് പോകുന്നതിന്റെ വ്ളോഗൊക്കെ കുഞ്ഞേച്ചിന്റെ വീഡിയോയില് പൗളീസിൽ വരുന്നതാണ്. ഇപ്പൊ ഉണ്ടല്ലോ ഞാനും വ്ളോഗ് എടുക്കാൻ, നിങ്ങൾ തമ്മനയിൽ കണ്ട പോലെ നമ്മുടെ സബ്സ്ക്രൈബർ നമ്മളെ ഞെട്ടിച്ച് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര ഇമോഷണൽ ഒക്കെ ആയി. സന്തോഷം കൊണ്ട് ഓൾറെഡി അവൻ പോയതിന്റെ വിഷമത്തിലാണല്ലോ. അപ്പൊ പെട്ടെന്ന് ബർത്ത്ഡേ അങ്ങനെയൊന്നും ആഘോഷിച്ചിട്ടൊന്നുമില്ല. പിന്നെ എന്താ പറയാ, ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന് കേട്ടോ. അപ്പം ഞാൻ പോർട്രേറ്റ് രീതി, അതായത് നമ്മുടെ ഷോർട്സിന്റെ രീതിയിലാണ് വീഡിയോ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഞാനത് നിങ്ങൾക്ക് കാണിച്ചു. ഈ പെട്ടിന്നാണ് തുടക്കം കേട്ടോ. സ്കൈ സാമിന് ഒരു കൊറിയർ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടി ഞാൻ പോയതാ. പിറന്നാളൊക്കെ അല്ലേ, വേറെ പരിപാടിയൊന്നും ഇല്ലാത്ത കാരണം നേരെ അമ്പലത്തിലേക്ക് പോവാന്ന് വിചാരിച്ചു കേട്ടോ. ഒന്നാമത് ഞാൻ തനിച്ച് പോയിട്ട് കുറേ നാളായിട്ടോ. സ്കൈനെ കൂട്ടി വരുമ്പോഴത്തേക്കും, സ്കൈനും ഡൂഡിനും കൂട്ടിയിട്ടാണ് വരുമ്പോഴത്തേക്കും, അവർ രണ്ടുപേരും ഓടുമ്പോഴത്തേക്കും എനിക്ക് മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാനൊന്നും സമയം കിട്ടാറില്ല. അവരുടെ കളിയും ചിരിയും കണ്ടിട്ട് ഞാൻ അതിലേ ഇങ്ങനെ ചുറ്റിയൊന്ന് നടക്കും, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നൊന്ന് സമാധാനമായിട്ട് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വോയിസ് ഓൺ ആക്കാതെയായിരുന്നു കേട്ടോ. അതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. ഈ അമ്പലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. എൻ്റെ വ്ളോഗ് കണ്ടവർക്കൊക്കെ അറിയാം. ഞാൻ ഈ വരുന്നത് പുൽപ്പള്ളി സീതാദേവി അമ്പലത്തിലാണ് കേട്ടോ. എൻ്റെ ചോറൂണ് നടന്നതും എൻ്റെ എഴുത്തിനിരുത്തിയതും എല്ലാം ഈ അമ്പലത്തിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് സമാധാനമായിട്ട് പ്രാർത്ഥിച്ച് ചന്ദനൊക്കെ മേടിച്ച് ഞാൻ നേരെ ഇനി വീട്ടിലേക്ക് പോവാം കേട്ടോ. നിറയെ ചീവീടിൻ്റെ ഒച്ച മാത്രമായിരുന്നു കേട്ടോ അമ്പലത്തിൽ. നല്ല രസമുണ്ടായിരുന്നു. നിറയെ ചെമ്പകം പൂത്തിട്ട് ഞാൻ അതിൽ നിന്ന് 2 ചെമ്പകത്തിന്റെ ഇതളെടുത്തു കേട്ടോ. ഈ ശക്തി ഞാനോ ഇങ്ങനെ ഇട്ടേക്കുന്നേ, ഇങ്ങനെ ഇട്ടേക്കുന്നേ. സ്കൈക്ക് ഗിഫ്റ്റ്. മോനെ സ്കൈ ഇത് നോക്ക്, സ്കൈ നോക്ക്, കൊമ്പനാന കുട്ടപ്പ. ഓ മമ്മി, എന്റെ പിറന്നാളിന് ഗിഫ്റ്റ്. എന്റെ പിറന്നാളിന് അവർക്ക് അയക്കാൻ പറ്റാത്തതുകൊണ്ട് അവരായിരുന്നു. അപ്പൊ നമുക്കൊരു പറ്റി കേട്ടോ. ഇന്ന് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് മനസ്സിലായത് വീഡിയോ റെക്കോർഡ് ഓൺ ആയിട്ടുണ്ടായിരുന്നില്ല. എന്റെ ഫോണിന് ചെറിയൊരു കംപ്ലൈന്റ് ഉള്ള കാരണം. ചെറിയൊരു കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ 5-6 വരെ OnePlusന്റെ ഫോണിൽ വീണു. അപ്പൊ ഓൺ ആയോ ഇല്ലയോ നമുക്ക് മനസ്സിലാവാൻ പറ്റില്ല കേട്ടോ. അപ്പൊ ഞങ്ങള് വിചാരിച്ചു ഓൺ ആയെന്ന് ചോദിച്ചിട്ട് ഞാനിരുന്ന് ഇമോഷണലി എന്തൊക്കെ പറഞ്ഞു എന്നറിയാം, അതൊന്നും ഇതില് കിട്ടിയിട്ടില്ല. റിയൽ ആയിട്ട് വന്ന എന്തുവാ ഈ എക്സ്പ്രഷൻസ്, ഇമോഷൻസ് ഒന്നും റെക്കോർഡ് ആയില്ലായിരുന്നു. ഞാനായിരുന്നു വീഡിയോ എടുത്ത്. മമ്മി എല്ലാവരും പറയുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവർക്കും വണ്ടറടിച്ചു കേട്ടോ. അപ്പൊ എന്റെ ഗിഫ്റ്റ് ഇതൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെ. അപ്പൊ അധികം നിങ്ങളോട് നീട്ടുന്നില്ല. പിന്നെ എന്റെ ഫോണിന്റെ തെറ്റ് എന്റെ തെറ്റാണ് കേട്ടോ. എന്റെ തെറ്റുണ്ട് കേട്ടോ. ഇത്രയും ഗിഫ്റ്റ് അയച്ചു തന്നിട്ട് അത് കാണിക്കാൻ, അതിന്റെ മര്യാദയിൽ കാണിക്കാത്തത് എന്റെ തെറ്റല്ലേ എന്ന് വിചാരിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പൊ ഇവിടെ ഇത്രയും ചോക്ലേറ്റ് ഒന്നും അല്ല കേട്ടോ. അത് കിട്ടിയ നോക്കൂ, ചോക്ലേറ്റ് എല്ലാവരും ഉണ്ടല്ലോ ഇവിടെ. പിള്ളേർക്ക് തന്നെ അതെ. പിന്നെ മമ്മിയുടെ ഒപ്പം ഞങ്ങൾ എല്ലാവരും ഷെയർ ചെയ്ത് ഭയങ്കര സന്തോഷത്തോടെ കഴിച്ചിരുന്നു കേട്ടോ. കൊറേ ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. നമ്മളിത് ഈ കൊട്ടയിലാട്ടം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. പെട്ടിയൊക്കെ പൊട്ടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റില്ല. ഗാലക്സിക്ക് എല്ലാം എടുത്തു, ഫോണിൽ റെക്കോർഡായില്ല. ഗാലക്സിന്റെ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കുറെ തിന്നു. നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിച്ചു എന്നൊക്കെ പറഞ്ഞതാ. ശരിക്കണോ നിങ്ങളൊന്നും വിചാരിക്കരുത്. അപ്പൊ എന്റെ ബർത്ത്ഡേ ആയിട്ട് ഇത് ശരിക്കും ഇന്ന് പിറന്നാളിന്റെ ബർത്ത്ഡേ നൈറ്റ് ആട്ടോ ഇതെടുക്കുന്നേ. ബർത്ത്ഡേ 1-ാം തീയതി പിറന്നാളാണ്. നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ച് മൈസൂറിന് പോയിട്ട് ആഘോഷിച്ചിട്ട് വരുന്ന വഴിയാട്ടോ. അപ്പൊ കുഞ്ഞേച്ചി എനിക്ക് ഭയങ്കര വലിയ സർപ്രൈസ് വന്നിരുന്നു. അപ്പൊ ഭയങ്കര ആഘോഷിച്ചു സന്തോഷമുള്ളൊരു ബർത്ത്ഡേ ആണ് കേട്ടോ. ഈ സാമ്പത്തികം ഇല്ലാന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. അമ്മ എന്റെ മനസ്സിലും എന്റെ കൂടെ
കാലൊക്കെ നീട്ടി വെച്ച് കൊച്ചമ്മ എങ്ങനെ അങ്ങ് ഇരിക്കും. ഇതൊക്കെ ഇതില് നന്നായിട്ട് അണ്ണാങ്കുഞ്ഞു മാങ്ങാണ്ടി നമ്മൾ പൊട്ടിച്ചില്ലായിരുന്നു മതി. ഇതാട്ടോ മുട്ടായി എടുത്ത് പുറത്തെത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൽ പറഞ്ഞ കണ്ടോ, ഇതാണ് ശരിക്കും ഇവിടെ വീഡിയോ എടുക്കുന്നതിന്റെ ഇടയ്ക്ക്. ഇത് ശരിക്കും ഇങ്ങനെയല്ലായിരുന്നോ? ഡൂഡു ഉറങ്ങിപ്പോയി. രക്ഷപ്പെട്ടു പകുതി 50% രക്ഷപ്പെട്ടു. മുട്ടായി കൊടുക്കാത്തത് കാരണം രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് മുട്ടായിനോട് കൊതിയുണ്ട് കേട്ടോ. ഞങ്ങള് പൊതുവെ ഇവിടെ മുട്ടായി മേടിച്ചു കൊടുക്കല് നല്ല കുറവാട്ടോ. ബേക്കറി ഒന്നും മേടിക്കാറില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അതൊക്കെ കാണുമ്പോ ഒരു കൊതിയുണ്ട് കേട്ടോ. അത് നിങ്ങളൊന്നും തെറ്റായിട്ട് തിരിക്കരുത്. ഷുഗർ ഞങ്ങൾ പരമാവധി ഒഴിവാക്കി. വല്ലപ്പോഴും കൊടുക്കുമ്പോ ആ ഒരു കൊതി ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടാട്ടോ മര്യാദയ്ക്ക് കൊടുക്കാത്തത്. കൊതി ഉണ്ടാകും. അപ്പൊ കൂട്ടുകാരെ, ഇത്രയും ചോക്ലേറ്റ്, പിന്നെ എന്റെ ഫേവറേറ്റ് പഞ്ച് കേട്ടോ. ഇതെനിക്ക് വേണ്ടി എന്റെ മനസ്സറിഞ്ഞ് തന്നതാണ്. അത് മാത്രം പൊട്ടിച്ചിട്ടില്ല. ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല. അപ്പത്തേക്ക് മൈസൂർക്ക് പോവുകയും ചെയ്തില്ലേ. അത് കാരണം ഇത് ബാക്കി വന്നു. അല്ല, ഇത് തീർന്നേന് ഇത്ര നേരം കൊണ്ട്. എന്നിട്ടാണ് എട്ടിയെന്നെങ്കിലോ. ഇഷ്ടമായോ? പോയി. അപ്പൊ നമ്മുടെ സ്കൈനെ നമ്മൾ ഇവിടെ ഓടിച്ചിട്ടുണ്ട്. ഉണ്ടാവില്ല കേട്ടോ. പിന്നെ എന്റെ ഫേവറേറ്റ് മഞ്ച് കേട്ടോ. എനിക്ക് വേണ്ടി മഞ്ച് എന്റെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി എന്റെ കൂട്ടുകാർ എനിക്ക് തന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. പിന്നെ ഇതേ ഈ ഒരു പാക്കറ്റിൽ നിറയെ ചോക്ലേറ്റ് കേട്ടോ. ഫുള്ള് ഡാർക്ക് ചോക്ലേറ്റ്. ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല കേട്ടോ. ഇതും പൊട്ടിച്ചിട്ടില്ല, ഈ മഞ്ചും പൊട്ടിച്ചിട്ടില്ല. അപ്പൊ ഞാൻ അതല്ല, മറ്റേ ചോക്ലേറ്റ് ഒക്കെ അങ്ങനെ തന്നെ കിടക്കുമായിരുന്നു. അതുകൊണ്ടാണ് പിള്ളേരും വാരി പൊറിക്കാൻ. അപ്പൊ അതില് ഫ്രീ ആയി കിടക്കുന്ന പറഞ്ഞാൽ അത് വാരി 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 കിട്ടുന്ന ഞങ്ങളെല്ലാം തിന്നോട്ടോ. കിറ്റ്കാറ്റൊക്കെ എന്തായിരുന്നു അറിയോ? ഇതുപോലെ ഡാർക്ക് ചോക്ലേറ്റും. പിന്നെ ഹാപ്പി ടു യു. ഹാപ്പി കൂട്ടുകാരെ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കഴിക്കാട്ടോ. പിന്നെ ഗിഫ്റ്റ് തന്നതില് എന്നെ എന്താ പറയാ, എനിക്ക് ഏറ്റവും ഹാപ്പി ആയത്, ഏറ്റവും എനിക്ക് എന്താ പറയാ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത, പക്ഷെ എനിക്ക് എന്റെ മനസ്സറിഞ്ഞ് തന്നെന്ന് അറിയില്ലേ, അത്രയും പ്രതീക്ഷിച്ചത് എന്താ സംഭവം എന്നറിയോ? ഇവളെന്നെ കൊണ്ടത് വീഡിയോ അമ്മ പോയി കേട്ടോ. അപ്പൊ കൂട്ടുകാരെ, എനിക്ക് ഏറ്റവും ഇമോഷണലി എനിക്ക് ഏറ്റവും എന്താ പറയാ, ഞാൻ ആഗ്രഹിച്ച് എനിക്ക് എന്റെ മനസ്സറിഞ്ഞ് തന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ, ഇത് 2 ഫോട്ടോ ഫ്രെയിമുകളാട്ടോ. ഇതിൽ ഏറ്റവും ഫേവറേറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ട്, സ്കൈന്റെ ഫോട്ടോ ഞാൻ ഇഷ്ടപ്പെട്ടിട്ട് ഇതുവരെ നമ്മളൊരു നല്ലോണം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഞാനൊരു നമ്മുടെ സ്കൈന്റെ 2ാമത്തെ വയസ്സിന്റെ ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെക്കണം എന്ന് വെച്ചിട്ടോ. ആ ഫോട്ടോ കറക്റ്റ് എനിക്ക് സ്മോൾ ആണെങ്കിലും സൈസ് അടിപൊളിയായിട്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പൊ അറിയാലോ എന്റെ പെർഫോമൻസിന് ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്നത് സംഭവനെയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഫാമിലി ഫോട്ടോയും കൂടി ഫ്രെയിം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫാമിലി കംപ്ലീറ്റ് അല്ല, ഞാന് ഇച്ചിയും സ്കൈയും അല്ലെ കട്ടല്ലേ. അപ്പൊ ഇത് ഭയങ്കര എന്താ പറയാ, എനിക്ക് ഏറ്റവും സന്തോഷമായത് ഇത് 2 കിട്ടിയപ്പോഴാട്ടോ. ഈ 2 ഫ്രെയിം എന്റെ 2 ഹൃദയങ്ങളാണ്. 2 ഹൃദയമില്ലല്ലോ ഒരു മനുഷ്യന്. അപ്പൊ ഞങ്ങളെയൊക്കെ നീ എവിടുത്തെ ഹൃദയത്തിൽ കൊണ്ട് വെച്ചേക്കും? ഹൃദയത്തിൽ 4 അറകളുണ്ട്. 2 അറയില് ഇവര്. ആദ്യത്തെ 2 അറയിലാ? നടുക്കത്തെ 2 അറയിലോ? ആദ്യത്തെ അറയില് സാമ്പയാണല്ലോ. ബാക്കി പറഞ്ഞ ഇവിടെ കുടുംബകലഹാവെന്ന് പറഞ്ഞ അറയില്ല, ഞാൻ മാറ്റി. 2ാമത്തെ അറയിലാരാ? 2ാമത്തെ അറയിലാരാ? 2ാമത്തെ അറയിലാരാ? 2ാമത്തെ അറയില് ചൂടും സ്കൈയും. 3ാമത്തെ അറയില് എല്ലാവരും. അപ്പൊ നീ അപ്പൊ എനിക്ക് അങ്ങനെയാ സ്ഥാനം തന്നത്. 4ാമത്തെ അറയില്? 4ാമത്തെ അറയില് ബാക്കിയുള്ള എന്റെ കൂട്ടുകാരും എല്ലാവരും ഫാമിലീസും എല്ലാവരും. നല്ല അറ. അടുക്കെടുക്ക അടുത്തത്. അത് കഴിഞ്ഞുകൊണ്ടല്ലോ കൂട്ടുകാരെ, ഈ കാറുണ്ടല്ലോ എന്റെ അമ്മേ. ഞാനൊരു വ്ളോഗ് ഇടാട്ടോ. ഇവിടെ ഞാനും സ്കൈ തമ്മിൽ അടി നടന്നോണ്ടിരിക്കുകയാണ് ഒരു സൈഡില്. അടി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ കൂട്ടുകാർ, ഈ കാറുണ്ടല്ലോ, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചൊരു കാറാണ് കേട്ടോ. 280 രൂപ എങ്ങാണ്ടായിട്ട് ഞാൻ ഇത് ഓടിച്ച് കൊറേ കൊതിപ്പിച്ചിട്ട് ഞാൻ പോന്നു കേട്ടോ കൂട്ടുകാരെ. പക്ഷെ ഇത് എനിക്ക് ഗിഫ്റ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും
ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാനിത് പോരും വരെ ഇത് ഓടിച്ച് ഞാൻ കൊറേ കൊതി വിട്ട് നോക്കിട്ടോ. പക്ഷെ കിട്ടിയില്ല, എനിക്ക് സാഹചര്യം അനുഭവിച്ചില്ല. പക്ഷെ എനിക്ക് എന്തൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചു അതെല്ലാം എനിക്ക് തന്നിട്ടുണ്ട് കേട്ടോ. ഒത്തിരി 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 താങ്ക്സ്. എനിക്ക് ആദ്യമായിട്ടാണ് എന്താ പറയാ, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഇത്രയും വലിയ ഗിഫ്റ്റ് കിട്ടുന്നു കേട്ടോ. ജസ്റ്റ് അമ്പലത്തിൽ പോകുന്ന സ്കൈന്റെ പേരിൽ ഒരു കൊറിയർ അയച്ചിട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞൊരു കോള് വന്നു. ഓക്കെ, സ്കൈന്റെ പേരിലല്ലേ പോയി മേടിച്ചു നോക്കുമ്പോ കൊറിയർ കണ്ടപ്പോ തന്നെ ഞാൻ ഞെട്ടി. കാരണം ഒരു കുഞ്ഞു കൊറിയറാ പറഞ്ഞിട്ട് നോക്കുമ്പോണ്ട് വലിയ കാർബോർഡ് വെട്ടി. അതുകൊണ്ട് ഇവിടെ വന്ന് നോക്കുമ്പോണ്ട് തുറക്കുമ്പോ തന്നെ അതെ സ്കൈക്കുള്ള ഗിഫ്റ്റ് തന്നെ കേട്ടോ ഫസ്റ്റ് കണ്ടത്. കുട്ടപ്പനും ഇതേ ഒരു മങ്കി കേട്ടോ. അപ്പൊ രണ്ടുപേരും കൂടെ ഷെയർ ചെയ്തിട്ടാട്ടോ കളിക്കുന്നത്. അപ്പൊ അവർക്കുള്ളതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെയും വലിയ കാര്യമൊക്കെ അപ്പൊ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എന്നെ വിളിക്കുന്നു. ചേച്ചി പിറന്നാളിന് വേണ്ടിയിട്ട് അയച്ചതാട്ടോ ചേച്ചി, എനിക്കൊന്നും മേടിക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് ചോക്ലേറ്റ് ഉപ്പച്ചി ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ട തന്നതും ഞാൻ വെക്കുന്നുണ്ട്. അല്ലാണ്ട് വേറെ ഒന്നുമില്ല കേട്ടോ. ഒന്നും പ്രതീക്ഷിക്കരുത്, ആ വലിപ്പം കണ്ടിട്ട് ഒന്നും പ്രതീക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നും കുഴപ്പമില്ല, ഇത്ര തരാനൊരു മനസ്സ് കാണിച്ചില്ല, അതിന് തന്നെ ഒത്തിരി താങ്ക്സ് എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി ഞാൻ പൊട്ടിക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ എന്താന്ന് എന്തായാലും ഞാൻ വീഡിയോയിൽ പറയാന്നൊക്കെ പറഞ്ഞു. പക്ഷെ പേര് പറയണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പേര് പറയുന്നില്ല. പക്ഷെ എല്ലാവരും എന്റെ കൂട്ടുകാരാണ്. ആ കൂട്ടുകാരന് ഒരുപാട് 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 താങ്ക് യു കേട്ടോ. ആനേനൊക്കെ എടുത്ത് നോക്കിയാലും നോക്കിട്ട് ഞങ്ങള് കുറെ കുറ്റമൊക്കെ പറഞ്ഞു. കുറ്റമൊക്കെ പറഞ്ഞു. ഇത് എന്നെ കണ്ണായത്, ഇതെങ്ങനെ ഇതാന ചോറൊക്കെ തന്നെ ഇങ്ങനെ കൊമ്പായാലെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളെല്ലാ കളിപ്പാട്ടൊക്കെ പക്ഷെ ആനേനൊക്കെ എടുത്ത് കൊറേ നേരം കളിച്ചില്ലായിരുന്നു. പക്ഷെ ആ വ്ലോഗ് പുറത്ത് ഇട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആ വ്ലോഗ് കണ്ടിട്ടാണെങ്കിലും വിചാരിക്കായിരുന്നേ. പക്ഷെ ആ വ്ലോഗ് പുറത്ത് വന്നിട്ടുമില്ല. എന്നിട്ട് ഞങ്ങൾ എവിടെയൊക്കെ പോയി, ഞങ്ങൾ അവിടെ പോയെന്നുള്ളത് എനിക്കും കുഞ്ഞേച്ചിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഞങ്ങൾ ഇതിന്റെ ഈ ചോക്ലേറ്റ് ഉണ്ടല്ലോ, ഇതേ സെയിം ചോക്ലേറ്റ് ഞങ്ങൾ ഒരു ഷോപ്പിൽ കണ്ടു. പക്ഷെ ഞങ്ങൾ മേടിച്ചില്ല. ഈ ആനേനെ ഈ മങ്കി ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. പക്ഷെ മങ്കീനെ എനിക്ക് അത്ര ഓർമ്മയില്ല. പക്ഷെ എനിക്ക് ആനേനെ നല്ല ഓർമ്മയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ആനേനെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കാരണം ഇതിന്റെ കുറെ സൈസിലുള്ള ആന ഉണ്ടായിരുന്നു. അപ്പൊ ഈ വലിപ്പത്തില് അപ്പൊ ഞങ്ങൾ പറയുകയും ചെയ്തു ഇത് എന്നാ കണ്ണുള്ള സ്കൈക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ നമ്മൾ സ്കൈക്ക് ആണെങ്കിൽ ആനേനെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ആന ഡൂഡും എടുത്തു, കൊരങ്ങനെ സ്കൈയും എടുത്തു കേട്ടോ. പക്ഷെ ഞങ്ങളുടെ പുറകെ നടന്ന് നമ്മള് ശരിക്കും മനസ്സിലാക്കി പൊന്നുവിനെ ശരിക്കും പഠിച്ചിട്ട് ഒരാള് ഗിഫ്റ്റ് അയച്ച പോലെ. പിന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എന്തോ കുഴപ്പം കൊണ്ട് ഞാൻ ആ വീഡിയോ എടുത്ത് എന്നോടൊന്നും തോന്നുന്നു എന്താ പറയാ, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒന്നാമത് എനിക്കതില് എന്താ പറയാ ഇച്ചേന്റെ എന്റെ സ്കൈന്റെയും കൂടെയുള്ള ഫ്രെയിമൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടാണ്. പിന്നെ സ്കൈക്കാണേലും പാവക്കുട്ടീനെയൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. രണ്ടുപേരും പാവക്കുട്ടീനെ കെട്ടിപ്പിടിച്ചും കുറെ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചും. എന്തായാലും എന്റെ കൂട്ടുകാരുടെ അടുത്തൊന്നും ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചില്ല. കൂട്ടുകാർ നമ്മൾ മൈസൂർക്കുള്ള ബസ് കയറിയിട്ടോ. കുഞ്ഞിന് ദേഷ്യം വെച്ചിട്ടുണ്ട് കേട്ടോ. കുറെ നേരം കേട്ടോ വൈൻഡപ്പ് ചെയ്യാൻ ആട്ടോ. എനിക്ക് വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് എടുത്തിട്ട് ഞാനൊരു എന്താ പറയാ എന്നോട് അത്ര സ്നേഹം ഉണ്ടായിട്ടില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര ഞാനതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഞങ്ങൾ എന്തൊക്കെ സാധനമാണെന്ന് നോക്കിയിട്ടല്ല അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഞങ്ങളെ ആരും ട്രാക്ക് ചെയ്ത് ഞങ്ങൾ എന്തൊക്കെ നോക്കി എവിടെയൊക്കെ കയറി അങ്ങനെ ആരോ പുറകെ നടന്ന് കണ്ടുപിടിച്ചെടുത്ത അതെ. അപ്പൊ നിങ്ങൾക്കും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാം നല്ല സൂപ്പർ ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര സന്തോഷം. എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും സ്നേഹത്തോടെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഗിഫ്റ്റ് എനിക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പൊ മൈസൂർക്കുള്ള വിശേഷങ്ങളൊക്കെ കുഞ്ഞേച്ചിന്റെ വ്ലോഗിൽ കാണാം കേട്ടോ. ഓക്കേ, അതെ.